സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 4ാം ദിനം ആവേശകരമായി പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം വേദികൾ സജീവമാകും. ജോസിൽ സെബാസ്റ്റ്യൻ കലോത്സവ വേദിയിൽ നിന്ന് ചേരുന്നു. ജോസിൽ, അങ്ങനെ കലാപൂരം 4ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിൽ കണ്ണൂർ ജില്ലയുടെ ഒരു ആധിപത്യം തന്നെയാണ് കാണാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന പോയിന്റ് വിവരങ്ങൾ എപ്രകാരമാണ്? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആവേശകരമായാണ് 62ാമത് സ്കൂൾ കലോത്സവം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 ദിവസം മത്സരം പിന്നിട്ടപ്പോൾ 669 പോയിന്റുമായി കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 658 പോയിന്റുമായി പാലക്കാട് ജില്ലയും കോഴിക്കോട് ജില്ലയും തൊട്ടുപുറകിൽ തന്നെയുണ്ട്. 641 പോയിന്റുമായി തൃശ്ശൂർ ജില്ലയാണ് അടുത്ത സ്ഥാനത്ത്. ആതിഥേയ ജില്ലയായ കൊല്ലം ജില്ലയ്ക്ക് നിലവിൽ 633 പോയിന്റുകളാണുള്ളത്. സ്കൂളുകളിൽ പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ 166 പോയിന്റുമായി ഏറെ മുന്നിലാണ്. അതുപോലെ തന്നെ 87 പോയിന്റുമായി തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് സ്കൂളുകളുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പീലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് മത്സരങ്ങളുടെ സമയക്രമത്തെ ആകെ ബാധിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ സംഘനൃത്ത ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത മത്സരത്തിൽ മാത്രം 21 അപ്പീലുകളിലൂടെയാണ് ടീമുകൾ മത്സരിച്ചത്. ഒരു മത്സരത്തിൽ 14 ടീമുകൾ മത്സരിക്കേണ്ട ഒരു മത്സരക്രമത്തിൽ 21 ടീമുകൾ അപ്പീലിലൂടെ എത്തി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം സമയക്രമത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ളത് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ അപ്പീലുകളുടെ എണ്ണ വർധനമാണ് സംഘാടകരുടെ കണക്കൂട്ടലുകളെ ആകെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരങ്ങൾ നടക്കുന്ന പന്തലുകൾക്കും അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളുമെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ കൂടുന്ന അവസ്ഥയാണ്. ഇന്നലെ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒപ്പന മത്സരം നടക്കുന്ന സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ അവിടെ ആയിരക്കണക്കിന് സീറ്റുകൾ AC ഹാളാണ് അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടെ ആളുകൾക്ക് സൂചി കുത്താൻ പോലും ഇടവില്ലാത്ത രീതിയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞതിന് ശേഷം പുറത്തു വെച്ചിരിക്കുന്ന LED വാളിൽ അടക്കം ആളുകൾ മത്സരം കണ്ട് അവിടെയും ആളുകൾ ഇടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ജനത്തിരക്ക് വർദ്ധിക്കുകയാണ്. വൈകിട്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ആശ്രമ മൈതാനത്ത് ആളുകളുടെ ഒരു പൂരമാണ്. സ്റ്റേജിൽ നിന്ന് ആളുകൾക്ക് കാണാൻ പറ്റാത്ത ജനത്തിരക്കായതുകൊണ്ട് തന്നെ വിവിധ ചാനലുകൾ, ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം നടക്കുന്ന ഈ കേരളത്തിൽ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള ചാനലുകളടക്കം ദേശീയ ചാനലുകളടക്കം ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ആ ചാനലുകൾ നടത്തുന്ന ലൈവ് ടെലികാസ്റ്റുകളിലടക്കം അവിടേക്ക് കാണികളായും എല്ലാം ഒഴുകിയെത്തി ഇവിടെ ഒരു പൂരപ്പറമ്പായി ഒരു മത്സരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണാൻ സാധിച്ചത്. ആര്യ, ഏറ്റവും വലിയ കലാമാമാങ്കം അങ്ങനെ 4ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നാളെയാണ് സമാപനം. കണ്ണൂർ ജില്ല അതിൻ്റെ ആധിപത്യം നിലനിർത്തുകയാണ്. പോയിന്റ് പട്ടികയിൽ മുന്നിട്ട് തന്നെ നിൽക്കുകയാണ്. ജോസിൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.